നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒരു ദിവസം ടെർമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ പിന്നീട് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ മറ്റാരുടെയെങ്കിലും ഫാമിലി മെമ്പേഴ്സിന്റെ പേരിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും ഇപ്പം സാധിക്കത്തില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ പേരിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-10 ദിവസം അത് നിൽക്കും. അത് കഴിയുമ്പോൾ ആ ചാനലും ടെർമിനേറ്റ് ആയി. യൂട്യൂബിൽ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണിത്. ഒരുപാട് പേരുടെ ചാനലുകൾ ഈ രീതിയിൽ ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട്. മുമ്പ് യൂട്യൂബിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് പോളിസീസ് ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് പോളിസികൾ കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് പോളിസീസ് ഉണ്ട്. ആ പോളിസീസ് എവിടെ വയലേറ്റ് ചെയ്യുന്നു അവിടെയാണ് നമ്മുടെ ചാനലുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള പോളിസീസ് മുമ്പ് തൊട്ടേ യൂട്യൂബിലുണ്ട്. പക്ഷേ അന്നൊന്നും ഇതേപോലെ ചാനലുകൾ ടെർമിനേറ്റ് ആവുകയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരികയോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ കോമൺ ആയിട്ട് ഒരുപാട് ചാനലുകൾ ഇത് അഫക്ട് ചെയ്യുന്നു, ഒരുപാട് ചാനലുകൾ പോകുന്നു. അപ്പം പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ എന്തെങ്കിലും ഒരു പോളിസി വയലേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒരു സ്ട്രൈക്ക് വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പോളിസീസ് യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മൾ അറിഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യൂട്യൂബിന്റെ പോളിസീസിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ ചാനലിൽ ഒരു പണി കിട്ടിയതിന് ശേഷം പോയിട്ട് പോളിസി നോക്കിയിട്ട് ഒരു കാര്യമില്ല. ആ പണി കിട്ടാതിരിക്കാനായിട്ട് യൂട്യൂബിന്റെ പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. പുതിയ പോളിസി അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊന്ന് കണ്ടുവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പോട്ടുള്ള സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഉണ്ടാകാതെ രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഒരു ചാനൽ ടെർമിനേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതൊരു ചാനൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ? ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചാനൽ എത്ര കാലം നിലനിൽക്കും? അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെ പേരിൽ ചാനൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? അതായത് നമ്മുടെ പേരോ നമ്മുടെ ഐഡന്റിറ്റിയോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇല്ലാതെ നമ്മൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അത് യൂട്യൂബ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ യൂട്യൂബ് പുതിയ പോളിസി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ യൂട്യൂബിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടെ വന്നിട്ടുണ്ട്. എഐയുടെ സഹായത്തോടെ തന്നെയാണ് യൂട്യൂബ് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മുമ്പും ഇപ്പോൾ ഉള്ള പോലെ യൂട്യൂബിന്റെ പോളിസീസ് ഉണ്ടായിരുന്നു. അന്നൊന്നും യൂട്യൂബ് ഇത്ര പെട്ടെന്ന് ഈ പ്രോബ്ലംസ് ഡിറ്റക്ട് ചെയ്യുകയോ അതിന് സ്ട്രൈക്ക് കൊടുക്കുകയോ ഒന്നും യൂട്യൂബിൽ ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നമ്മുടെ വീഡിയോകളിൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് കറക്റ്റ് അത് കണ്ടുപിടിക്കുന്നുണ്ട്. എഐ അത് കറക്റ്റ് കണ്ടുപിടിക്കുകയും അതിന് സ്ട്രൈക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സ്ട്രൈക്കുകൾ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ വയലേഷൻസ് ചാനൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ട്രൈക്കിന് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും. മനസ്സിലായി? അപ്പൊ അതൊരു കാര്യമാണ്. എന്നാൽ ഒരു സ്ട്രൈക്കും ഇല്ലാതെ ഡയറക്റ്റ് നമ്മുടെ ചാനലുകൾ ഇപ്പം ടെർമിനേറ്റ് ആകുന്നുണ്ട്. മണി ഏണിങ്സ് സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഒരുപാട് പേരുടെ ചാനലുകൾ, മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ചാനലുകളൊക്കെ ടെർമിനേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ അതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ ചാനലുകൾ നഷ്ടപ്പെട്ട ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചാനൽ നഷ്ടപ്പെടുമ്പോൾ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാനൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ചാനൽ ഉണ്ടാക്കാനുള്ള അവസരം പോയി യൂട്യൂബ് തരുന്നില്ല. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതേപോലെ, യൂട്യൂബിൽ മാത്രമുള്ള പ്രശ്നത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഈ പ്രശ്നമുണ്ട്. മെറ്റയിലും ഇതേ പ്രശ്നം തന്നെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതേപോലെ അവന്റെ ടെർമിനേറ്റ് ആയതിനു ശേഷം അവൻ എന്തെടുത്തു, പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ അവേഴ്സിനുള്ളിൽ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ടെർമിനേറ്റ് ആയി. അതിനുശേഷം ഫാമിലി മെമ്പേഴ്സിന്റെ ആരുടെ പേരിൽ വീണ്ടും ഒരു അക്കൗണ്ട് കൂടെ സ്റ്റാർട്ട് ചെയ്തു. അതും ഇതുപോലെ അവേഴ്സിനുള്ളിൽ ടെർമിനേറ്റ് ആയി. അതായത് ഈ പ്ലാറ്റ്ഫോമുകൾ ഒന്നും തന്നെ ഒരാൾ എന്തെങ്കിലും വയലേഷൻ അവരുടെ പ്ലാറ്റ്ഫോമിൽ കാണിച്ചിട്ട് അതേ ആൾ വീണ്ടും അവിടെ വന്ന് വർക്ക് ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നില്ല. കാരണം അവരൊരു പ്രാവശ്യം ഈ ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വയലേഷൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ വീണ്ടും അതിൽ വന്നിട്ട് അതേ പരിപാടി തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ അവർ ഒഴിവാക്കുമ്പം എന്നേക്കുമായിട്ടാണ് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒഴിവാക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കി വെച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലൊക്കെ പോയതിനു ശേഷം പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ നമുക്ക് ഒന്ന് ഓവർകം ചെയ്തു വരാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളുടെ എഐ വെച്ചിട്ടാണ് ഇപ്പൊ യൂട്യൂബ് ഈ കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫേസ്, നമ്മുടെ സംസാര രീതി, നമ്മുടെ സ്ക്രിപ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്ന രീതി വെച്ചിട്ട് തന്നെ നമ്മൾ വേറൊരാളുടെ പേരിലാണ് നമ്മുടെ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ഫേസ് ആ വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ സംസാര രീതി ആ വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എഐക്ക് അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് നമ്മുടെ ചാനൽ അവർ ടെർമിനേറ്റ് ചെയ്ത് കളയും. മനസ്സിലായോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ വെച്ചിട്ട് മാക്സിമം അവരുടെ പ്ലാറ്റ്ഫോമിനെ വൃത്തിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീഡിയോകൾ ശ്രദ്ധിച്ചുകൊള്ളുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ പോളിസീസിനെ കുറിച്ചൊക്കെ അറിഞ്ഞുകൊള്ളുക. അല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അഥവാ ഇങ്ങനെ ഒരു പണി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പൊതുവെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിന്റെ വല്ല പേരിലൊരു ചാനൽ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഫോണ്, വൈഫൈ കണക്ഷന് ഒന്നും തന്നെ പുതുതായിട്ട് ചാനൽ തുടങ്ങുമ്പോൾ അതിൽ കണക്ട് ചെയ്യരുത്. അഥവാ നിങ്ങൾ ഇപ്പൊ ഒരു പുതിയ സിം എടുത്തു, ഒരു പുതിയ ഫോൺ എടുത്തിട്ട് നിങ്ങൾ പുതുതായിട്ട്
പുതുതായിട്ട് നിങ്ങൾ മറ്റാരെങ്കിലും പേരിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ID ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾ അത് റൺ ചെയ്യിപ്പിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. IP അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വേറെയാണ്. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ആ ടെർമിനേറ്റ് ആയ വൈഫൈ കണക്ഷനിലേക്കോ വല്ലതും നിങ്ങൾ ആ ഒരു ഫോണിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഓരോ ദിവസം കഴിയുമ്പോഴും സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പോളിസീസ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. സത്യത്തിൽ യൂട്യൂബിനോ ഫേസ്ബുക്കിനോ ഒന്നും നമ്മുടെ ആവശ്യമില്ല. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അവരെയാണ് നമുക്ക് ആവശ്യം. അപ്പൊ നമ്മൾ അവരുടെ പോളിസീസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാതെ വേറൊരു ഓപ്ഷൻ ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ആ പോളിസീസ് ഫോളോ ചെയ്യുക. ഇവിടെ മുമ്പോട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറയാനുള്ള കാരണം നമ്മുടെ പല സുഹൃത്തുക്കളെയും ചാനലുകൾ ഇതേപോലെ ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട്. ടെർമിനേറ്റ് ആയതിനു ശേഷം റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിലേക്കൊന്നും പോവാതിരിക്കാനാണ് ഈ വീഡിയോയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ യൂട്യൂബ് പുതുതായിട്ട് ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ യൂട്യൂബിന്റെ പോളിസീസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റുകളായിട്ട് അറിയിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് DM ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.